ഹായ് കുട്ടികളെ, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഗേൾസ് ആർ ഫെയിലിംഗ്. പെൺകുട്ടികൾ എന്തുകൊണ്ട് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ കുറച്ച് താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ വൈ ദി ആർ നോട്ട് ഗെറ്റിംഗ് റെസ്പെക്റ്റ് ഈവൻ ആഫ്റ്റർ ഗ്രേറ്റ് സക്സസ്. ഒരുപക്ഷെ അവർക്ക് 10ൽ അല്ലെങ്കിൽ +2ൽ അല്ലെങ്കിൽ ഈവൻ നമ്മൾക്ക് ഒക്കെ നല്ല മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് PG ഉണ്ടാവും, വെരി നല്ല ഡിഗ്രീസ് ഉണ്ടാവും, ദേ ഹാവ് PGs, ഈവൻ ദേ മേ ഹാവ് ഡോക്ടറേറ്റ്സ്. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അവരൊരു സക്സസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ജെൻസിനേക്കാളും കുറച്ച് താഴെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോക്കാം, ഈവൻ നമ്മൾ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ യു ക്യാൻ ചെക്ക് ഇൻ യുവർ ഓൺ വീട്ടിൽ തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം അല്ലേ. ഫാദറിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ടാകുന്ന അമ്മയായിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മളൊരു റെസ്പെക്റ്റ് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അച്ഛനായിരിക്കും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ തന്നെയും ഒരുപക്ഷെ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ഗ്രേഡുള്ള ആൾക്കാരായിരിക്കാം, സെയിം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും, എങ്കിലും ജെൻസ് ആർ ഗെറ്റിംഗ് മോർ റെസ്പെക്റ്റ് ദാൻ ലേഡീസ്. അല്ലെങ്കിൽ ലേഡീസിന് അവിടെ അത്രമാത്രം ഒരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല കമ്പയർ ടു ദെയർ ജെൻസ്. അപ്പോൾ ആ ഒരു സെയിം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈവൻ സെയിം എബിലിറ്റി ഒക്കെ ഉള്ള ആണുങ്ങളാണ് ഉള്ളതെങ്കിൽ പോലും ഒരുപക്ഷെ അതിനേക്കാൾ കുറഞ്ഞ ആണുങ്ങൾക്ക് ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ ഷീ ഈസ് മോർ കേപ്പബിൾ, അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ബട്ട് സ്റ്റിൽ സംതിങ് ഈസ് ലാഗിങ്. അതെന്താണ്, എവിടെയാണ് ആ ലാഗിങ് ഉള്ളത്? ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ഇൻ ദിസ് വീഡിയോ. ഒരുപാട് ലെങ്തി ഒന്നും ആകത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ദ ബേസിക് യുവർ കോർ ഐഡിയ ഈസ് ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേഡീസ്. അതാണ് പ്രശ്നം. അത് മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ആ ഒരു ക്യാരക്ടറിൽ ഇരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സം ചിൽ. കാരണം കണ്ടില്ലേ ഒരു പൂ പോലെ, അതിനെന്താണ് ഇപ്പോൾ വാല്യൂ എന്ന് ചോദിച്ചാൽ ഒരു നല്ലൊരു സെൻറ്റ്, ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പൂ കാണുമ്പോൾ ഒക്കെ ഉള്ള സന്തോഷം പോലെയാണ് ലേഡീസിനെ കാണുമ്പോൾ ഉള്ള സന്തോഷം. ഇഫ് യു വാണ്ട് എ ലേഡി ലൈക്ക് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൂടുതലുള്ളൊരു ലേഡിയായിട്ട് വരാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് അങ്ങനെ വലിയ റെസ്പെക്റ്റ് ഒന്നും സമൂഹത്തിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. ബട്ട് ഇഫ് യു റിയലി വോണ്ട് റെസ്പെക്റ്റ്, നമ്മൾക്ക് ഈ സൊസൈറ്റിയിൽ നമ്മളിത്ര പഠിച്ചതാണ്, നമ്മൾക്ക് നല്ലൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളാണ്, ബട്ട് സ്റ്റിൽ ഇൻ യുവർ ഫ്യൂച്ചർ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ഇൻ ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാവണം, അല്ലെങ്കിൽ ജോലിയുള്ളതാണ്, വാട്ട് എവർ. ഇഫ് യു ആർ എ ലേഡി, ഈവൻ ചിലപ്പോൾ ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ആൺകുട്ടികളും ഓൾസോ. കാരണം ചില ആൺകുട്ടികൾക്ക് അവർ എത്രയൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ പോലും ദേ ആർ ലാഗിങ് ദിസ് റെസ്പെക്റ്റ് എന്നുള്ള എലിമെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല. സോ വാട്ട് ടു ഡു ടു ഗെറ്റ് ദാറ്റ് റെസ്പെക്റ്റ്? അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ റൂൾ അനുസരിച്ച് ഹൂവർ ഈസ് ലീഡിങ്, ഹൂവർ ഈസ് ടേക്കിംഗ് ദ ഡിസിഷൻ, അവർക്കാണ് റെസ്പെക്റ്റ് കിട്ടുന്നത്. ടേക്കിംഗ് ദ ഡിസിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ സൊസൈറ്റി. ഒരു സൊസൈറ്റി, ദിസ് ഈസ് എ മാൻസ് വേൾഡ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഫ് യു വാണ്ട് റെസ്പെക്റ്റ്, ഇപ്പോൾ നമ്മൾ തന്നെ കാണാം വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നേരത്ത് അമ്മമാരൊക്കെ പറയുന്നത് അച്ഛനോട്, അതാ നിങ്ങളൊന്ന് നോക്കിക്കോണം കേട്ടോ, അവരൊരു റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല, എല്ലാം അച്ഛൻ്റെ തലയിൽ വയ്ക്കും. ഇൻ കേസ് ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആ മനുഷ്യനെ അങ്ങ് കൊല വിളിക്കും, നിങ്ങളന്ന് അങ്ങനെ ചെയ്തല്ലേ, നിങ്ങളോട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഈവൻ എല്ലാവരും ചെറുതും വലുതും എല്ലാവരും. ബട്ട് ഫാദർ ഹി കാൺ ബ്ലെയിം ഇനി ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാതെ മിണ്ടാണ്ടിരിക്കുന്ന അച്ഛന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഗീവ്സ് ദം ദാറ്റ് പവർ. അപ്പം നമ്മളൊരു 100 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 200 ഡിസിഷൻസ് ലൈഫിൽ എടുക്കുമ്പോൾ അതിനകത്ത് കുറേ എണ്ണമൊക്കെ തെറ്റിപ്പോവും. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ അങ്ങനെയുള്ള പല തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ലൈഫ് പഠിക്കുന്നത്. സോ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ആവണമെന്നില്ല, വേറെ ഒരു വഴിയുമില്ല അവർക്ക്. ദേ ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ദർ ഇസ് നോ ബഡി എൽസ് ടു ഗീവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അവരെ ആരുടെയും മണ്ടയ്ക്ക് വെച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ബട്ട് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് വരുമ്പം ദേ ഗെറ്റ് ദാറ്റ് പവർ. അവർ ഡിസിഷൻ മേക്കിങ്ങിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് അവരുടെ ലൈഫിൽ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു, അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കാൻ, അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അനുഭവിക്കാൻ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റ് സ്റ്റഡി, അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കും, അല്ലെങ്കിൽ പലരോട് ചോദിക്കും. നമ്മൾ തന്നെ ബ്രെയിൻ ആ രീതിയിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, സോ വാട്ട് ഐ ഹാവ് ടു ഡു നെക്സ്റ്റ്.
അങ്ങനെ കുറേ എണ്ണം എടുത്തെടുത്ത് കഴിയുമ്പോൾ യു ഓട്ടോമാറ്റിക്കലി ബിക്കം കുറച്ചുകൂടെ സ്ട്രോങ്ങറായി, കുറച്ചുകൂടെ കോൺഫിഡൻ്റായി, കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് അവർക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നത്. ബട്ട് ഇൻ കേസ് ഗേൾസിൻ്റെ അല്ലെങ്കിൽ ലേഡീസിൻ്റെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ അവർ ബേസിക്കലി ലേഡീസ് ആർ വെരി ഇൻസെക്യൂർ. അപ്പോൾ ഐ എം ഓൾസോ ലേഡി, ബട്ട് ഞാൻ അവരെ കുറച്ച് കാണുകയല്ല, ആ ഇൻസെക്യൂരിറ്റി ലേഡീസിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. കാരണം ഒരു കുഞ്ഞുണ്ടായി, ബേസിക്കലി കുഞ്ഞുങ്ങൾ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണത്. ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞു വാവയുണ്ടായി, അതിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കിടന്ന് കുറുക്കം വലിച്ച് കിടന്ന് പറയുമ്പോൾ ഒന്നും അറിയത്തില്ല. നമ്മൾ വളരെ കോൺഫിഡൻ്റായി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആണുങ്ങൾ ഭക്ഷണം നേടാനൊക്കെ പുറത്തു പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ ആയിരിക്കും മിക്കവാറും കുഞ്ഞുങ്ങളുള്ളത്. അപ്പോൾ ഇവർ ഈ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലോ ആരെങ്കിലും പണ്ട് കാലമല്ലേ ഏതെങ്കിലും മൃഗങ്ങളോ വല്ലോ ഒന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. സോ എവറി ടൈം ദേ ആർ കോൺഷ്യസ്, എന്തെങ്കിലും പുറത്ത് സംഭവിക്കുമോ, ആ ഒരു പേടി അവരുടെ ഉള്ളിൽ അന്ന് മുതലേ ഉണ്ട്. അത് വേണം, കാരണം ദാറ്റ് ഈസ് നീഡഡ്. ആ സമയത്ത് അത് ആവശ്യമാണ്. ബട്ട് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ എല്ലാം വെൽ ഡെവലപ്ഡ് ആണ്. നമ്മൾ അത്രമാത്രം ഒരു ആങ്ഷ്യസ് കോൺഷ്യസ് ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. സോ ഇങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ ഇഫ് യു ആർ സേഫ്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യുവർ ബേബി ഈസ് സേഫ്. അതേ ബട്ട് ആ ഒരു കോൺഷ്യസ്നെസ്, ആ ഒരു ഇൻസെക്യൂരിറ്റി അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവർ എത്രമാത്രം ചിലപ്പോൾ ആണുങ്ങളെക്കാൾ കൂടുതൽ കപ്പാസിറ്റിയും പവറും ഒരു എബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാനുള്ള എല്ലാമേ 100% ആയാലേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊരു ചിന്ത, അതല്ലെങ്കിൽ ആ ഒരു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ കണ്ടിട്ടുണ്ട് ചില പെൺകുട്ടികൾക്ക് ചെറുതായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ അവർ അപ്സെറ്റ് ആകും, കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീര് വരും, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അവരുടെ മുഖം വാടിപ്പോവും. സോ ദീസ് ആർ ഓൾ ക്വൈറ്റ് നാച്ചുറൽ. അപ്പം നമ്മൾ ഈ ഒരു സെറ്റപ്പുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയമൊന്നും അല്ലെങ്കിൽ നമുക്ക് വലിയ റെസ്പെക്റ്റ് ഒന്നും കിട്ടത്തില്ല. പകരം ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഈ ഡിസിഷൻ ഇങ്ങനെ വന്നത്? അതോ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യത്തിന് ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് ശരിയാവാതെ വരാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, കുറേ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് അന്നേരം വിഷമം തോന്നും, യു ബി അപ്സെറ്റ്, അതൊക്കെ നാച്ചുറലാണ്. ബട്ട് നിങ്ങൾ ഇരുന്നൊന്ന് ചിന്തിക്കുക, ഇതിൽ എൻ്റെ എന്തെങ്കിലും റോൾ കൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്കിതിൽ എവിടെയാണോ ഓക്കെ സംഭവിച്ചു യു ആക്സെപ്റ്റ് ദാറ്റ് തിങ്. ഇതിൽ ഇനി നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ ഇതിൽ എൻ്റെ ഏത് റോളിലാണ്, എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അതോ എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടാണോ ഇതിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതിൽ എനിക്കിനി എങ്ങനെ മാറ്റാൻ പറ്റും? സോ അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇരുന്ന് ചിന്തിച്ച് ആലോചിക്കണം. ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ലൈഫിൽ വരും. ഇങ്ങനെ മിസ്റ്റേക്സിലൂടെ തന്നെയാണ് നമ്മൾ വളരുന്നത്. നമ്മൾ വൺ ഡേ നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ താഴെ വീഴുന്നുണ്ട്, മുട്ടുപൊട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുന്നില്ലല്ലോ. അല്ലെങ്കിൽ അതിനിപ്പം വേറെ ആരെങ്കിലും തലയിലെങ്കിൽ നമുക്ക് കെട്ടിവെക്കാൻ പറ്റത്തില്ല. സോ ഇൻ ദാറ്റ് വേ യു ഫസ്റ്റ് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ, ഇഫ് യു വാണ്ട് റെസ്പെക്റ്റ് ഇൻ ലൈഫ്, അറ്റ്ലീസ്റ്റ് യു ആർ യങ്സ്റ്റേഴ്സ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇഫ് യു നോ ദിസ് തിങ് യു ക്യാൻ ബിക്കം വെരി സക്സസ്ഫുൾ woman, very successful person. I am not telling ഒരു ജെൻഡർ ബൈസിൽ പറയുന്നതല്ല. ഇഫ് യു വോണ്ട് ടു ബിക്കം എ വെരി സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ലൈഫ്, ദ വൺ തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ ബൈ യുവർ സെൽഫ്. യു ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഓൾസോ. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ തന്നെ എടുക്കുക. ബട്ട് മറ്റുള്ളവരുടെ കൂടെ ഹെൽപ്പ് എടുക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം എടുക്കുക. ബട്ട് സ്റ്റിൽ ഫൈനൽ ഡിസിഷൻ നിങ്ങളുടേതായിരിക്കണം. അതിന് എന്ത് സംഭവിച്ചാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളെടുക്കണം. ദാറ്റ് ഈസ് എ മെയിൻ തിങ്. അല്ലാതെ ഇത് പ്രശ്നം വരുമ്പോൾ അയ്യോ അതെനിക്കറിയത്തില്ല, പല അമ്മമാരെയും കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവർ തിരിഞ്ഞുകൾ അയ്യോ എനിക്കറിയത്തില്ല, നിങ്ങൾ നോക്കിക്കോണം. ഇപ്പോൾ സ്ഥലം വാങ്ങാൻ, വീട് വാങ്ങാൻ, അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉറപ്പിക്കാൻ നേരത്ത് അവരെല്ലാം നോക്കും. എന്നിട്ട് പറയാം, അച്ഛനോട് പറയും നിങ്ങളൊന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ അത് കേൾക്കുമ്പോൾ പുള്ളി ആകെപ്പാടെ ഡൗൺ ആയിപ്പോൾ. കാരണം അങ്ങേര് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇൻ ദാറ്റ് വേ അവരങ്ങ് കൈ കഴുകും. മെയിൻ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. സോ ഈ ഒഴിഞ്ഞു മാറ്റൽ പരിപാടി മാറ്റി നമ്മളുടെ ഡിസിഷൻസ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ എടുക്കുന്ന ഡിസിഷൻ ആണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചെടുക്കുക. അതിനെന്ത് കോൺസിക്വൻസസ് വന്നാലും രണ്ടുപേരും ഒരുമിച്ച് നേരിടുക. ഓക്കെ, നമുക്കിത് സംഭവിച്ചു, നമുക്ക് നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കും അവരർഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് അവരുടെ ലൈഫിൽ കിട്ടും. സോ ദിസ് ഈസ് ദ റൂൾ ഓഫ് ദ സൊസൈറ്റി. അതാരും നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദിസ് ഈസ് എ വേ ഹൗ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. പലരും നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻസ്, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു ഡിസിഷൻ, ഈവൻ ഒരാൾക്ക് ഒരു ഡ്രസ്സ്, ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നതിനെ പോലും ഓരോരുത്തർക്കും 100 പേരുടെ അഭിപ്രായം വേണം. സോ നിങ്ങൾ പറഞ്ഞ് ഇടുക, അപ്പോഴേക്കും എന്ത് കോലം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്കും ചില പെൺപിള്ളേരെ കണ്ടു അപ്പോഴേക്കും അവർ കരഞ്ഞു, അല്ലെങ്കിൽ അവർ അയ്യോ, അപ്പോഴേക്കും അവർ ഇൻസെക്യൂറായി ഉടനെ ആ ഡ്രസ്സ് മാറ്റി വേറെ ഇടണം. വാട്ട് എവർ, ഈവൻ ദിസ് ഈസ് എ വെരി സിമ്പിൾ സില്ലി എക്സാമ്പിൾ അല്ലേ. നിങ്ങളൊരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഞാനിന്ന് ഇതാ ഇടുന്നത്,
ഓക്കെ, ഐ എം കംഫർട്ടബിൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല, ഞാനത് മൈൻഡ് ചെയ്യും. ഒന്നുകിൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു അതിന് പല പല എഫക്റ്റ് ഉണ്ട്. ഗ്ലാസ് ത്രൂ എഫക്റ്റ്. നമ്മൾ അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യും. സ്ഥിരമായിട്ട് നമ്മളെ എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന ആളാണെങ്കിൽ നമ്മൾ അവരെ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇങ്ങനെയുള്ള ഫസ്റ്റ് ടൈം നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറാനൊന്നും പറ്റത്തില്ല. അതായത് ഫസ്റ്റ് ടൈം നമ്മുടെ സ്വഭാവം, നമ്മുടെ ശീലം ഇങ്ങനെയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പം ഗ്രാജ്വലി അത് നമുക്ക് മനസ്സിലാക്കാം. ഉള്ളിൽ നോക്കേ ഇവനിങ്ങനെ പറയുന്നു, ഞാൻ എന്തായാലും അപ്സെറ്റ് ആവാൻ പോകുന്നില്ല, അവരിൽ നിന്ന് ഇച്ചിരി അകന്ന് മാറി നിൽക്കുക. എത്ര അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നവരെ അങ്ങനെ ഫ്രണ്ട്സ് ആക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പറയും, ഞാൻ തമാശയ്ക്ക് പറഞ്ഞാൽ കേട്ടോ എന്നൊക്കെ തമാശയ്ക്ക് എന്തിനാണ് എന്നോട് പറയണേ അല്ലേ? അങ്ങനെ തമാശയ്ക്ക് പറയാനുള്ള ആളാണോ ഞാൻ? അത്രമാത്രം ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന യുവർ സിബ്ലിങ്സ്, യുവർ സിസ്റ്റർ ഓർ ബ്രദർ, ഇവൻ അവർക്ക് അങ്ങനെ പറയാനുള്ളൊരു എന്താ പറയുക, ഒരിതുണ്ട്, അവകാശമുണ്ട്. ഇവൻ അവർ പോലും അധികം പറയാൻ പാടില്ല. അവർ പറഞ്ഞാലും നമ്മളത്ര ഫീൽ ചെയ്യത്തില്ല. ബട്ട് പുറത്തുനിന്ന് ഒരാൾ, ഇവൻ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ആവശ്യമില്ലാതെ നിങ്ങളെ ഇങ്ങനെയൊക്കെ ഹരാസ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും ബെറ്റർ ടു ഗോ അവേ ഫ്രം. കാരണം നമ്മുടെ കോൺഫിഡൻസിനെ അപ്പം തന്നെ തച്ചുടയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മുടെ മണ്ടയ്ക്ക് കൺട്രോൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരുടെ കൂടെയൊന്നും അധികം പോകേണ്ട കാര്യമില്ല. സോ നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന എന്തുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറില്ല. ബട്ട് ജെനുവിൻലി നോക്കുക, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. ജെനുവിൻലി അങ്ങനെ കാര്യമൊന്നുമില്ല, പർപ്പസ്ഫുള്ളി നമ്മളെ അടിച്ച് താഴ്ത്താൻ വേണ്ടി പറയുന്നതാണെങ്കിൽ അങ്ങനെയുള്ളൊരു വാക്കൊന്നും കേൾക്കാൻ നിൽക്കേണ്ട. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ഓക്കെ, നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ്, നിങ്ങളുടെ എല്ലാം വളരെ കുഴപ്പമില്ല എന്ന്, കംഫർട്ടബിൾ ആണ്, നിങ്ങൾ ആരെയും ഒരാളെ അത് നമുക്ക് പറയത്തില്ലേ, പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ മോശം അയ്യേ എന്ന് പറയുന്ന രീതിയിലൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ പോവുക. ജെന്യുവനായിട്ട് ആരെങ്കിലും പറയുവാണെങ്കിൽ നമ്മളതൊന്ന് നോക്കുക, അനലൈസ് ചെയ്യുക. അപ്പം ആ രീതിയിലുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റുമെങ്കിൽ നോക്കുക. ബട്ട് എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിന് ഒരുപാട് അങ്ങോട്ട് വില കൊടുത്ത് അപ്പം തന്നെ അപ്സെറ്റായി ഉടനെ പോയി ഡ്രസ്സ് മാറ്റിയത് അപ്പോൾ വേറൊരാൾ, ഇപ്പോൾ ഈ സ്വഭാവമാണ് നമ്മളെന്ന് പറയുമ്പോൾ ചുമ്മാതെ ആണെങ്കിൽ ആൾക്കാർ പറയും അയ്യേ ഇതെന്തൊരു കോലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഓടിപ്പോയി ഡ്രസ്സ് മാറ്റുന്ന പിള്ളേരെ കണ്ടാൽ അപ്പം തന്നെ അവർ അപ്സെറ്റ് ആവും. സോ അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരുപാട് വിലയൊന്നും കൊടുക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇതായിട്ട്, ഇപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതായിട്ടുകൊണ്ട് പോകുന്നത്, അങ്ങനെ ഒരു ദിവസം ചെയ്ത് നോക്കിക്കേ. സോ ഇൻ ദാറ്റ് വേ, ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇൻ ദാറ്റ് വേ ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ് യു ടേക്ക് ബൈ യുവർ സെൽഫ്. ബട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു കാലത്ത് പോലും ഓഫീസിൽ എൻ്റെ അമ്മൂമ്മയോട് ഉണ്ട്. ബട്ട് അമ്മൂമ്മയോട് നമുക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി ചോദിക്കാം, നല്ല ഭംഗിയായി നല്ല രീതിയിൽ അമ്മൂമ്മയുടെ അച്ചാർ നല്ല ടേസ്റ്റാണ്. സോ ആ കാര്യം ഞാൻ പോയി എൻ്റെ ബോസിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. സോ അത് അല്ല അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്നേ വരെ അടുക്കളയിൽ കയറാത്ത അച്ഛൻ എന്തറിയാനാണ്. സോ ആരോട് എന്ത് ചോദിക്കണം, ഈ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ആരോട് എന്ത് ചോദിച്ചാലും അവർക്കൊരു ഉത്തരം ഉണ്ടാവും. എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും, ആരും പറയത്തില്ല ഇതെനിക്ക് അറിയത്തില്ലെന്ന്. സോ നിങ്ങൾ ആരോട് എന്ത് ചോദിക്കുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഫീൽഡിൽ നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു റോൾ മോഡൽ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ അങ്ങനെയൊക്കെ ഇച്ചിരി അറിവുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരോട് വേണം നമ്മൾ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ. ഓക്കെ, അവരുടെ അഭിപ്രായം വേണം വിലക്കെടുക്കാൻ. അല്ലാതെ ഇതുവരെ ജീവിതത്തിൽ അടുക്കളയിൽ പോലും കയറാത്ത അച്ഛനോട് ഞാനൊരു എന്താ പറയുക പിക്കിളിൻ്റെ റെസിപ്പി ചോദിച്ചാൽ പുള്ളി എന്തെങ്കിലും പറയും. ബട്ട് അത് വിചാരിച്ചിട്ട് നമ്മൾ അതെടുക്കേണ്ട കാര്യമില്ല. സോ അതേപോലെ ആ ഒരു ഫീൽഡിൽ നമ്മളെക്കാൾ അറിവുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുടെ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് ബട്ട് ഫൈനൽ ഡിസിഷൻ ഷുഡ് ബി യുവേഴ്സ്. സോ അങ്ങനെ നിങ്ങൾ ഡിസിഷൻ എടുക്കുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. അങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത്. സോ ട്രൈ ദിസ്. ഈ ഒരു കാര്യം, ഈ ഒരു റെമഡി എന്ന് പറയാം, ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതായിരിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഇഫ് യു ലൈക്ക് ദിസ്, നിങ്ങൾക്ക് ലൈക്ക് കമൻറ്റ് കൊടുക്കുക, തമ്പ് കൊടുക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.